ചിക്കൻ വെച്ചിട്ട് ഡിന്നർ ഉണ്ടാക്കിയല്ലോ. അതിനെ കൊണ്ടിട്ട് ഞാൻ ഡ്രം സ്റ്റിക്ക് ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലാക്കി നമുക്ക് മസാലകളിടാം. ഞാൻ കറി മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഉപ്പിന് വേണ്ടിയിട്ട് നോറിൻ്റെ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യൂബിന് ഉപ്പുള്ളത് കൊണ്ട് പിന്നെ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ടേസ്റ്റും കൂടെ എൻഹാൻസ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ക്ലിംഗ് ഫിലിമിൻ്റെ അകത്ത് റാപ്പ് ചെയ്ത് ഞാൻ മാറ്റി വെക്കുവാണ്. 10 മിനിറ്റ് എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇനി ഞാൻ ഫ്രൈസ് എടുക്കുന്നുണ്ട്. ഇത് ഓം ബേക്ക്ഡ് ഫ്രൈസാണ്. ഞാൻ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഓവനിൽ ഇത് ഒരു 15 മിനിറ്റ് റെഡിയാകാൻ വെക്കുവാണ്. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. ലെറ്റ്യൂസ്, ഒനിയന്, പിന്നെ ടൊമാറ്റോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പിത്ത ബ്രെഡാണ് കഴിക്കുന്നത്. ഇത് വീറ്റ് പിത്ത ബ്രെഡാണ് എനിക്കിഷ്ടമുള്ള കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ് ഓവനിൽ വെക്കാം. പിത്ത ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് നേരെ ഒരു പ്ലേറ്റിനകത്താക്കുവാണ്. അത് ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ റെഡിയായ ഫ്രൈസും പിന്നെ ചിക്കനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെജിറ്റബിൾസ് വെക്കാം. ലെറ്റ്യൂസ്, ടൊമാറ്റോസ്, ഒനിയന് എല്ലാം മുകളിൽ വെച്ച് കൊടുത്തു. ഇനി ഞാനിത് കഴിക്കാൻ വേണ്ടി കുറച്ച് മയോണൈസ് ചേർക്കുന്നുണ്ട്. മയോണൈസ് വെച്ച് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. നമുക്ക് ഏത് സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.